ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പേപ്പർ സ്ട്രോ വെച്ച് ചെയ്തെടുക്കുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് നമ്മൾ 3 പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളത് ഒരെണ്ണം 3 പീസുകളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ കുറച്ച് ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്കത് ഇതുപോലെയാണ് കിട്ടുക. നമ്മളൊരു ഫ്ലവറിൻ്റെ ഇതളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറേ എണ്ണം നമുക്ക് ചെയ്തെടുക്കണം. സ്ട്രോ വെച്ച് ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്ലവറാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ കുറേ ഇതളുകൾ ചെയ്തെടുക്കാം. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് പേപ്പർ സ്ട്രോയ്ക്ക് പകരമായിട്ട് പേപ്പർ റോൾ ചെയ്തെടുത്താലും മതി. പേപ്പർ റോൾ ചെയ്തെടുത്തത് കൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മളിവിടെ 16 ഇതളുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തു. ഇതിൽ നമ്മളൊരു കോയിൻ വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അത് വരച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ വരച്ചെടുത്തത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതളുകൾ ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആദ്യം നമ്മളതിൽ 4 ഇതളുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി അതിനിടയിലൂടെയായി നമുക്കൊരു 4 ഇതളുകൾ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ വൈറ്റ് പേപ്പർ റോൾ ചെയ്തെടുത്ത് ഇതുപോലെ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു വാൾഡക്കറാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ അതിലേക്ക് 8 ഇതളുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിനിടയിലൂടെ എല്ലാം വീണ്ടും ഇതളുകൾ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ തന്നെ നമ്മൾ വേറെ 2 പൂക്കൾ കൂടെ ചെയ്തെടുത്തു. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ പേപ്പർ സ്ട്രോ വെച്ച് ഇതുപോലത്തെ പൂക്കൾ ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ ചെയ്തെടുത്ത പൂക്കൾക്കെല്ലാം നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഫ്ലവറിൽ ഓറഞ്ച് പെയിന്റ് കൊടുത്തെടുക്കാം. ഈ ഒരു ഐഡിയയിലൂടെ തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തെടുത്ത് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആമ്പൽ പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തുണിസഞ്ചി വെച്ച് ലോട്ടസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്നും കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫ്ലവറിൽ ബ്ലൂ കളർ പെയിൻ്റാണ് കൊടുത്തെടുക്കുന്നത്. ഈ ഒരു ഫ്ലവറിൽ നമ്മൾ റെഡ് കളർ പെയിൻറ് കൊടുത്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന 3 ഫ്ലവറിലും നമ്മൾ പെയിൻറ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങാനായി മാറ്റി വെക്കണം. ഇപ്പം നമ്മുടെ ഫ്ലവറൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വുളൻ ത്രെഡ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഓരോ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് യെല്ലോ കളർ വുളൻ ത്രെഡ് കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 3 ഫ്ലവറിൻ്റെ നടുക്ക് അത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കതിന് ചുറ്റുമായിട്ട് ബ്രൗൺ കളർ വുളൻ ത്രെഡ് കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്കതിന് ചുറ്റും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രൗൺ കളർ വുളൻ ത്രെഡും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ 3 എണ്ണത്തിലും നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ 3 ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ബ്ലാക്ക് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് പീസിൽ നമുക്ക് മുഴുവനായും ബ്ലാക്ക് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കാം. ഇതുപോലെ നമ്മളതിൽ മുഴുവനായും ബ്ലാക്ക് കളർ പെയിന്റ് കൊടുത്തെടുത്തു. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അത് നമ്മൾ വുളൻ ത്രെഡ് വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കൾ നമ്മൾ ആദ്യം ഇതിലേക്കൊന്ന് വെച്ച് നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ അവിടെ ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൽ സ്കെയിൽ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്.
ഓരോ ഫ്ലവറിന്റെയും തണ്ടുകൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ കളർ ജൂട്ട് ത്രെഡാണ് നമ്മൾ തണ്ടുകളായി ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വരച്ചെടുത്തതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്രീൻ കളർ ജൂട്ട് ത്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ വുളൻ ത്രെഡ് എടുത്താലും മതി. ഇതുപോലെയാണ് നമ്മൾ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള 3 എണ്ണത്തിലും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്ന 3 എണ്ണത്തിലും ഗ്രീൻ കളർ ജൂട്ട് ത്രെഡ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ അതിന്റെ താഴെ വരച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തും കൂടെ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്തതെല്ലാം കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് പൂക്കൾ ഒട്ടിച്ചു കൊടുക്കാൻ. ഇനി നമുക്കതിലേക്ക് പൂക്കൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള റെഡ് കളർ ഫ്ലവർ ആണ് നമ്മൾ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിന് താഴെ നമ്മൾ ബ്ലൂ കളർ ഫ്ലവർ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഓറഞ്ച് കളർ ഫ്ലവർ ആണ് ഏറ്റവും താഴെയായി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ 3 പൂക്കളും അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വാൾ ഡെക്കർ നമുക്ക് ഇതുപോലെ വേണമെങ്കിലും വെക്കാം. നമ്മളിതിൽ ഇലകൾ കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിന്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ ഇതുപോലെ കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുത്തു. ആദ്യം നമുക്കതിലേക്ക് ഇലകൾ ഒട്ടിച്ചെടുക്കേണ്ട രീതിയിൽ ഒന്ന് വെച്ച് നോക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ വീഡിയോയ്ക്കൊക്കെ വ്യൂസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ തോന്നുകയുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ ഇലകളെല്ലാം ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വളരെ സിമ്പിളായി പേപ്പർ സ്ട്രോ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള വാൾ ഡെക്കർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇന്നത്തെ നമ്മുടെ ഈ ഒരു വാൾ ഡെക്കർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ ആരും മറന്നു പോവരുതേ. പറ്റുന്നവരൊക്കെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വാൾ ഡെക്കർ നമുക്കിനി ചുമരിലൊന്ന് വെച്ച് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.